വെള്ളം കുടിക്കാൻ വെള്ളം കൊണ്ടിട്ടെ വെള്ളം ഇത് നോക്കും വെള്ളം കുടിക്കാൻ മേടിക്കട്ടെ കേക്കണ്ട എന്നെ ചെറുതാണ് ശ്രീനിവാസൻ അല്ല എന്തോ ഒരു തകരാറും തീരുമ്പോ പണി തരാൻ ഞാനെന്താ കുപ്പി എന്ന് പറഞ്ഞ ഭൂതം കുപ്പി ഭൂതം നാസിർക്കാണ് തുടങ്ങുന്നത്. നാസിർക്ക് നിധി കിട്ടി. അടുത്തത് ആദ്യം നാസർക്ക ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. നെസ്സിയെ ഇവിടുന്ന് ഒരു നിധി കിട്ടിയിരുന്നത് എന്താ ചെയ്യുന്നത്? നാസിർക്ക് മാത്രമേ നിധി കണ്ടിട്ടുള്ളൂ. നാസർക്ക് ഇങ്ങനെ നോക്കിയിട്ട് എടാ അപ്പുറത്ത് കൂടെ പോയി അവിടെ എന്തെങ്കിലും ഉണ്ടോ നാസിർക്ക് പറ ഇവർ ഇത്രയും നാസിർക്ക് എന്ത് ചെയ്യും? ഞാന് നിധി കിട്ടിക്കഴിഞ്ഞാൽ നേരെ വീട്ടിൽ വരും. ഈ നാസിർക്കൊക്കെ എങ്ങനത്തെ ക്യാരക്ടർ ഏത് ക്യാരക്ടറായിട്ടും എന്ത് പോകും. ഏറ്റവും ബെസ്റ്റ് നമ്പൂരിയായിട്ടുണ്ട്. ഏത് കൊടുത്താലും ഞാൻ ചെയ്യും. മാമുക്കോയ്ക്ക് ശേഷം നല്ലൊരു നമ്പൂരി വരുന്നത് ഭാഷയിൽ സംസാരിക്കാം. അത് അങ്ങോട്ട് ചെയ്യാം. സുബ്രഹ്മണ്യ ശാസ്ത്രികൾ അസ്സലാമു അലൈക്കും. നിങ്ങളുടെയൊക്കെ വീട്ടിലുള്ള ആൾക്കാരുടെ സപ്പോർട്ട് എങ്ങനെയാ? ശരി, ആരും സമ്മതിച്ചിരുന്നില്ല. കൊറേ കളിയാക്കി. പിന്നെ നാസർക്ക് ഒരു ദിവസം വന്നിട്ട് പോക്കറ്റിൽ നിന്ന് ഒരു 10,000 കെട്ടനിട്ടു അവിടെ. പിന്നെ ക്ലാസ് നേരെ എറിയുണ്ടോ. നമ്മുടെ ഉള്ളിലുള്ള എല്ലാ വിഷമവും നമ്മൾ മനസ്സിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ബുദ്ധിമുട്ടോ വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ജനങ്ങളെ ചിരിപ്പിക്കുക, അതല്ലേ നമ്മുടെ തൊഴിൽ. ഇടയ്ക്ക് വല്ല വെഡിങ് ആനിവേഴ്സറിയോ അതേപോലെ എന്തെങ്കിലും പരിപാടി ഉണ്ടാകുമ്പോൾ വൈഫിൻ്റെ കൂടെയുള്ള എന്തെങ്കിലും വീഡിയോ ഫോട്ടോ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യുമ്പോൾ പറയും വേറെ കുറച്ച് ഇൻഫ്ലുവൻസർമാരെ വെച്ചിട്ട് അവരെ പോലെ ആകരുത്, നിങ്ങളെ ഞങ്ങൾക്കൊരു ഇഷ്ടമുണ്ട്, അതുകൊണ്ട് അവർ അങ്ങനെ പോയാൽ അൺഫോളോ ചെയ്യും, അങ്ങനെ പറഞ്ഞിട്ട് കമൻറ്റ് വരാണ്. പിന്നെ ഒരു വട്ടം ചെയ്താണെങ്കിൽ പിന്നെ അതും നിർത്തും. നിങ്ങൾ ഇപ്പൊ അനുഭവിക്കുന്ന ഒരു സെലിബ്രിറ്റി ലൈഫ് തന്നെ പറയാം, അതെങ്ങനെ നിങ്ങൾ എൻജോയ് ചെയ്യണേ? ഞാൻ അതിന്റെ കാര്യം ഞാൻ പറഞ്ഞത്, ഞാൻ ഈ ഓട്ടോ ഓടിച്ചിട്ട് ഓരോ ഭാഗത്തേക്ക് ടൗണിലേക്കൊക്കെ പോകും, ചെറുപ്പശ്ശേരി ഒറ്റപ്പാലൊക്കെ. അപ്പോഴും ചില ആൾക്കാർ വന്നിട്ട് ചോദിക്കും, നാസർ നിങ്ങൾ ഇപ്പോഴും ഓട്ടോ ഓടിക്കാം, നിങ്ങളൊരു കാർ എടുക്കണ്ടേ? അപ്പം ഞാൻ പറയും, മാനെ അതിനുള്ളതൊന്നും കിട്ടുന്നില്ല ഈ യൂട്യൂബിൽ, ഞങ്ങൾ 5 പേരുണ്ട്, അതിനുള്ളതൊന്നും കിട്ടില്ല, ആകെ എന്താ ചില്ലറ കിട്ടുള്ളൂ, ഇത് ഓടിയിട്ട് വേണം നമുക്ക് എന്ന് ഞാൻ പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള കുറച്ച് ഫോളോവേഴ്സ് ഉള്ള അല്ലെങ്കിൽ പോപ്പുലർ ആയിട്ടുള്ള ആളുകൾക്ക് സിനിമയിൽ എത്താൻ വളരെ എളുപ്പം എന്ന് പറയാറുണ്ട്. അതെന്താ പറയുക, ഇപ്പൊ ഒരുപാട് ആൾക്കാർ സിനിമയുടെ പുറകെ ഉണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പൊ അവർക്കൊന്നും ആൾക്കാരെ കിട്ടപ്പോ ഒരു പാടില്ല സിനിമക്കാർക്ക്, നമ്മൾ തന്നെ ട്രൈ ചെയ്യണം, എന്നാലാണ് ഇപ്പോഴും അങ്ങനെ ഒരു അവസ്ഥ ഉള്ളൂ. പഠിച്ചിട്ടൊക്കെ ചിലവർ ഇതിന്റെ പിന്നാലെ പോകുന്നുണ്ട് ഈ സിനിമയുടെ. അപ്പൊ നമ്മളൊന്നും അങ്ങനെയല്ലല്ലോ, നമുക്ക് അറിയാവുന്ന ഉള്ളിലെ ഒരു ഇൻട്രസ്റ്റ് കൊണ്ട് ചെയ്തു പോണതാണ്. അപ്പൊ നമുക്ക് ഇതിൽ റീല് ചെയ്യണ പോലെ നമുക്ക് ഒരു പറയല. ഞാൻ വിളിച്ചാലും പോവുകയും ചെയ്യും, സിനിമയിൽ അഭിനയിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് നല്ല നല്ല അതെ സെലിബ്രിറ്റി ലൈഫ് ഉണ്ടല്ലോ, അത് ഇപ്പം എല്ലാവരുടെയും ഇപ്പൊ നിങ്ങളുടെ 5 പേർക്ക് അതൊരു ആളുകൾ പുറത്തുനിന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു. കുറെ പേരുടെ ആഗ്രഹമാണ് തിരിച്ചറിയണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ആളുകൾക്ക് ഇഷ്ടപ്പെടണം എന്നൊക്കെ. നിങ്ങൾ ഇപ്പൊ അനുഭവിക്കുന്ന ഒരു സെലിബ്രിറ്റി ലൈഫ് തന്നെ പറയാം, അതെങ്ങനെ നിങ്ങൾ എൻജോയ് ചെയ്യണേ? ഞാൻ അതിന്റെ കാര്യം ഞാൻ പറഞ്ഞത്, ഞാൻ ഈ ഓട്ടോ ഓടിച്ചിട്ട് ഓരോ ഭാഗത്തേക്ക് ടൗണിലേക്കൊക്കെ പോകും, ചെറുപ്പശ്ശേരി ഒറ്റപ്പാലൊക്കെ. അപ്പോഴും ചില ആൾക്കാർ വന്നിട്ട് ചോദിക്കും, നാസർ നിങ്ങൾ ഇപ്പോഴും ഓട്ടോ ഓടിക്കാം, നിങ്ങളൊരു കാർ എടുക്കണ്ടേ? അപ്പം ഞാൻ പറയും, മാനെ അതിനുള്ളതൊന്നും കിട്ടുന്നില്ല ഈ യൂട്യൂബിൽ, ഞങ്ങൾ 5 പേരുണ്ട്, അതിനുള്ളതൊന്നും കിട്ടില്ല, ആകെ എന്താ ചില്ലറ കിട്ടുള്ളൂ, ഇത് ഓടിയിട്ട് വേണം നമുക്ക് എന്ന് ഞാൻ പറയലുണ്ട്. കാർ ഓടിക്കാൻ അറിയില്ല ജനങ്ങള് ലക്ഷങ്ങള് വരുമാനം ഉണ്ടെന്നാണ് അവരുടെ ധാരണ. യൂട്യൂബിൽ 3 ലക്ഷം കിട്ടുന്നുണ്ട്, 3 ലക്ഷം കിട്ടും, പക്ഷെ ഒന്നും കിട്ടില്ല. ആയിക്കൂടാണ് ഈ ആട് ഇങ്ങനെ പരസ്യം കിട്ടുക. ഞാൻ ആട് പറഞ്ഞപ്പോ ആടിന്റെ വേറെ ആട് ആളെ ഇവിടെ QR കോഡ് ഇടാം, ആളെ സഹായിക്കാൻ. ഇതാണ് സത്യം. ശരി, ആളുകൾക്ക് ഒരു ഇപ്പൊ തുടക്കത്തില് കുറച്ച് വ്യൂ ആയിരിക്കും, പിന്നീട് വ്യൂ കൂടുമ്പോ ഓൾറെഡി ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും, ചിലപ്പം നിങ്ങൾ ഭയങ്കരമായിട്ട് സമ്പാദിക്കുന്നുണ്ട് ആ രീതിയിൽ. അതെപ്പോഴും ആളുകൾക്ക് ഇടയിൽ ഒരു നെഗറ്റീവ് വരുമ്പോൾ അത് വിഷമാക്കാറുണ്ടോ, അങ്ങനെ ചിന്തിക്കുന്നത്? എന്താ വെച്ചാൽ ചിലപ്പോ നമ്മള് ലോൺ അടക്കേണ്ട ടൈമൊക്കെ ആവും, പൈസ ഒന്നും ഉണ്ടാവില്ല. അപ്പോഴും ആളുകൾ ഈ ജാതി കമന്റ് ഇടുമ്പോണ്ടല്ലോ നമ്മൾ ഈ ഷോർട്സ് ആണ് കൂടുതൽ ചെയ്യുന്നത്. ഷോർട്സിന് അത്ര വലിയ എമൗണ്ട് ഒന്നും നമുക്ക് ആഡ്സ് കിട്ടും, അത് കുഴപ്പമില്ല. ഫേസ്ബുക്കില് മോണിറ്റൈസേഷൻ എപ്പോഴും ബ്ലോക്ക് ആക്കും, കുറെ മ്യൂസിക് ഉണ്ടായിട്ട്, പിന്നെ ആ മോണിറ്റൈസേഷൻ കുറയും, പിന്നെ റിക്കവർ ആവാൻ
പ്രശ്നം അതെ ജീവിതത്തിലാണ് മൊത്തത്തിൽ. പക്ഷെ അതിന് അഹങ്കാരമൊന്നും ഞങ്ങൾക്കില്ല. അതുപോലെ നമ്മൾ ഫുള്ള് പരസ്യം കൊടുക്കാതെ കോമഡി കൂടെയാണ് പരസ്യം ഇടുന്നത്. അത് അറിയാത്ത രീതിയിൽ അത്ര പോലും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പൊ ഒരേ സാധനം തന്നെ റിപ്പീറ്റ് വരാനും പാടില്ല. എല്ലാവരും പ്രമോഷൻ ചെയ്യും. കൂടുതൽ വരുന്നത് കണ്ടന്റ് പോരാ കണ്ടന്റ് വേണ്ടേ എന്നാ അവരോട് കണ്ടന്റ് നിങ്ങൾ തരാൻ പറഞ്ഞ അപ്പൊ അതിന് പിന്നെ ഒരു റിപ്ലൈ ഇല്ല. റിപ്ലൈ ഇല്ല. ശരിയാ. 3 വർഷം കൊണ്ട് ഏകദേശം 600ഓളം വീഡിയോസ് ചെയ്തു കഴിഞ്ഞു. ചെയ്തു. ശരിയാ. അതൊരു കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്ന നിലയിൽ നിങ്ങൾക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാവില്ലേ? ഇപ്പൊ അടുത്ത് എന്ത് ചെയ്യും തീർച്ചയായിട്ടും ഇപ്പൊ നമ്മൾ ഓരോ ഷോപ്പിൽ പോവാണെങ്കിൽ അവിടെ ഉള്ള എന്തെങ്കിലും ഒരു ഐറ്റം വെച്ചിട്ടാവും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ആ ഒരു കോമഡി എന്ത് ചെയ്യണം നോക്കുമ്പോ ഇത് കുറെ ചെയ്ത് പിന്നെ ഇങ്ങനെ കിട്ടാതെ സംഭവം പറയുമ്പോ അത് നമ്മള് ആ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ സംഭവം ഡയലോഗ് പോലും അങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പൊ നിങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പൊ 5 പേരുണ്ട്. ഇപ്പൊ തുടക്കം മുതൽ നമ്മൾ കാണുന്ന 5 പേരാണ്. അപ്പൊ ഇനിയും ഈ കൂട്ടത്തില് ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി മെസ്സേജസ് വന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ ആളുകളൊക്കെ നമ്മുടെ വീഡിയോസ് വരാറുണ്ട്. നാസർക്കാട് ജ്യേഷ്ഠൻ കുറെ പേര് നമ്മുടെ വീഡിയോസ് വരാറുണ്ട്. വൈഫ് വരാറുണ്ട്. വൈഫിന്റെ കൈ മാത്രം അഭിനയിക്കും. പിന്നെ എന്റെ പയ്യന്മാര് അഭിനയിക്കാറുണ്ട്. വൈഫ് ഇടയ്ക്ക് നിൽക്കാറുണ്ട്. കൂടുതലും കുട്ടികളെ രണ്ടാള് നന്നായിട്ട് അഭിനയിക്കും. പക്ഷെ അങ്ങനെ അവസരം കൊടുക്കുന്നത് ഭയങ്കര കാര്യല്ലേ? ഇപ്പൊ സിനിമയിൽ അഭിനയിച്ച ഫീൽ ആയിരിക്കും ചിലപ്പോ നിങ്ങളുടെ വീഡിയോസിലൊക്കെ കിട്ടുന്നുണ്ടാവും അവർക്ക്. ചില വീഡിയോയിലെ ലേഡീസ് ക്യാരക്ടറിനെ ആഡ് ചെയ്യാൻ അങ്ങനെ വീട്ടിൽ പോകുമ്പോ പറയും ഒരാൾ ആഡ് ചെയ്താല് വീട്ടിൽ പിന്നെ 5 ആളുണ്ടാവുള്ളൂ. എന്താ കഴിക്കുമ്പോ കളയിലുണ്ടാവില്ല. നമുക്ക് എല്ലാവർക്കും പ്രശ്നമില്ലാത്ത നിസാബിന് മാത്രമേ കേട്ടിട്ട് പോലില്ല. എന്തിപ്പോ ആലോചിച്ച് എവിടെയോ പോയല്ലോ. വെള്ളം കുടിക്കാൻ വെള്ളം കൊണ്ടിട്ടെ ആളാണെങ്കിൽ വെള്ളത്തിനോട് വെയിറ്റ് ചെയ്യണം. എന്തേ വരാത്ത ഇപ്പൊ വീട്ടുകാരുടെ സപ്പോർട്ട് പറഞ്ഞു. ഇപ്പം ഇക്കാന്റെ വീട്ടുകാർ പറഞ്ഞു. നിങ്ങളുടെയൊക്കെ വീട്ടിലുള്ള ആൾക്കാരുടെ സപ്പോർട്ട് എങ്ങനെയാ ശരിക്കും? കാരണം നമ്മുടെ ജോലിയുടെ കൂടെ നമ്മൾ പാഷൻ എന്ന രീതിയിൽ കൊണ്ടുപോവാണല്ലോ. ഇപ്പൊ ഒരു ബാക്ക് സപ്പോർട്ട് നമുക്ക് എന്തായാലും ഫാമിലിയിൽ നിന്ന് വേണം. പക്ഷെ വീട്ടിൽ നിന്നൊരു സപ്പോർട്ട് എങ്ങനെയാ നിങ്ങൾക്ക്? എന്റെ വീട്ടിൽ സപ്പോർട്ട് ഇല്ലേ? ഇല്ല. അല്ല അങ്ങനെയല്ല. അവരിങ്ങനെ ഈ ഒരു വീഡിയോ ചെയ്തെന്ന് അവർക്ക് താല്പര്യമില്ല. അത്രേ ഉള്ളൂ. ഞാൻ സർക്കാർ പിന്നെ ഒന്നും എന്തുകൊണ്ട് ചെയ്തു പറഞ്ഞു അടുത്ത ആള് ചോദിക്കാം. എല്ലാവരും സപ്പോർട്ടാട്ടോ. എല്ലാ കുടുംബങ്ങളും മക്കളും ആദ്യം സമ്മതിച്ചിരുന്നില്ല. പിന്നെ നാസർക്ക് ഒരു ദിവസം വന്നിട്ട് പോക്കറ്റിൽ നിന്ന് ഒരു 10,000 കെട്ടനിട്ടു അവിടെ. പിന്നെ പറയുന്നത് ഗ്ലാസ് കയറി വരും കേട്ടോ. ഗ്ലാസ്സൊക്കെ നേരെ എറിയുണ്ടോ. ഡെയിലി വീഡിയോ ചെയ്യണം. ഡെയിലി 10,000 കൊണ്ടുവന്നു. ഒരു ദിവസം വൈകുന്നേരം 8 മണിക്ക് കയറി വന്നപ്പോ 5,000 ഇട്ട് കൊടുത്തപ്പോ പോയിട്ട് 10,000. പക്ഷെ വല്ല നമ്മള് കുറെ വീഡിയോസ് എടുത്തിരുന്നല്ലേ. അപ്പൊ ജനങ്ങളും പറയാൻ തുടങ്ങി ഇവർക്കും വീഡിയോസിലായിട്ട് ഈ 7 മാസമായിട്ട് ഇത് ഈ കടപ്പന്നെയാണ്. വീട്ടില് റെസ്റ്റ് ആയിട്ട് കിടക്കുന്നത് കുറെ കഷ്ടപ്പെട്ടു. ഇപ്പോഴാണ് ഇങ്ങനെ നടക്കാറായത്. അതില് കുറെ ബുദ്ധിമുട്ടായി. ഇപ്പോഴാണ് വീഡിയോസ് അതെ തീർച്ചയായിട്ടും എല്ലാരും ഉണ്ടായിരുന്നു. എല്ലാരും വന്ന് കണ്ടിരുന്നു. നല്ല സപ്പോർട്ട്. 7 മാസം അതാ ചൂട് കാലായിരുന്നു. ഇവിടെ കവന്ന് കിടക്കണേ. ഇത് ഓപ്പറേഷൻ ചെയ്തിട്ട് പ്ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്ത് ഇവിടുന്ന് കട്ട് ചെയ്ത് ഇവിടെ വെച്ചിക്കാണ്. പിടിപ്പിച്ചതാ. ബസ്സിലൊക്കെ കട്ട് ചെയ്ത് താഴ്ത്തി വെച്ചിക്ക. ഇപ്പം നിങ്ങൾ ഭയങ്കര ആളുകളെ ചിരിപ്പിക്കുന്ന ആളുകളാണല്ലോ. അല്ലെങ്കിൽ നമുക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും ഞങ്ങൾ ആൾക്കാരെ ചിരിപ്പിക്കണ്ടേ. ഞങ്ങളും ചിരിക്കും. നമ്മുടെ ഉള്ളിലുള്ള എല്ലാ വിഷമങ്ങളും മനസ്സിലാക്കി നമുക്ക് എന്ത് ബുദ്ധിമുട്ടോ വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ജനങ്ങളെ ചിരിപ്പിക്കുക. അതല്ല നമ്മുടെ തൊഴിൽ. അത് തുടർന്ന് പോകും. അതൊരു വലിയ കാര്യമാണ്. നമുക്ക് ചിരിക്കുന്ന അല്ലെങ്കിൽ ആളുകളെ ചിരിപ്പിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ നമ്മളധികം കാണുന്ന ആളുകൾക്ക് ഫുൾ ടൈം ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന ആൾക്കാരാണ് പൊതുവെയുള്ള ധാരണ. പക്ഷെ നാസർക്ക് ഭയങ്കര സങ്കടം. എല്ലാവരും ഓരോരുത്തർക്ക് അവരെ ബുദ്ധിമുട്ടുണ്ടാവല്ലോ. നല്ല വിഷമം ഞാൻ പറഞ്ഞു മാത്രമേ. നമുക്ക് പല വിഷമങ്ങളും ഉണ്ടാവും. ബുദ്ധിമുട്ട് വീഡിയോയില കാണിക്കില്ല. അയക്കേണ്ടത് ഞാൻ പറയാം.
ഓരോരുത്തരും പേര് എവിടെ ചോദിച്ചു. എവിടെ ഇപ്പൊ സംഭവം ഫാമിലി 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 സപ്പോർട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ വേറെ പ്രശ്നമുണ്ട്, ഈ വേറെ ലേഡീസിന്റെ കൂടെ ചെയ്യാൻ താല്പര്യമില്ല. അങ്ങനെ സംഭവം സമ്മതിക്കണല്ലോ. അതാണോ? പിന്നെ അതേപോലെ നമ്മള് ആ ഇടയ്ക്ക് വല്ല വെഡിങ് ആനിവേഴ്സറിയോ അതേപോലെ എന്തെങ്കിലും പരിപാടി ഉണ്ടാകുമ്പോൾ വൈഫിന്റെ കൂടെ ഉള്ള വീഡിയോ ഫോട്ടോ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യുമ്പോൾ പറയും വേറെ കുറച്ച് ഇൻഫ്ലുവൻസർമാർ വെച്ചിട്ട് അവരെ പോലെ ആകരുത്, നിങ്ങളെ ഞങ്ങൾക്ക് ഒരു ഇഷ്ടമുണ്ട്, അതുകൊണ്ട് അവരെ അങ്ങനെ പോയാൽ അൺഫോളോ ചെയ്യും, അങ്ങനെ പറഞ്ഞിട്ട് കമന്റ് വരാം. പിന്നെ ഒരു വട്ടം ചെയ്താണെങ്കിൽ പിന്നെ അവൻ നിർത്തും. അവർക്ക് വൈഫിന് താല്പര്യമൊക്കെ ഉണ്ട് വീഡിയോ എടുക്കാനെന്ന് നോക്കട്ടെ. ഇല്ല, അങ്ങനെ ഇത് പോണവരെ നാസർക്കുള്ളവരെ എങ്ങനെ പോട്ടെ, അങ്ങനെയല്ല വീഡിയോ ഉള്ളവരെ കുഴപ്പമൊന്നുമില്ല. ഇവിടെ എന്ത് ചെയ്താലും നമുക്ക് കാണാൻ പറ്റിയ സാധനങ്ങളെ ചെയ്യണുള്ളൂ, അതുകൊണ്ട് ഇപ്പൊ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. കുടുംബക്കാരിൽ കാണും നമ്മുടെ വീഡിയോ. പിന്നെ ഫാമിലി ആയിട്ട് ചെയ്യണം, അവരൊക്കെ കുട്ടികളൊക്കെ നന്നായിട്ട് അഭിനയിക്കും. 2 കുട്ടികളെ ഇവനേക്കാൾ നന്നായിട്ട് അഭിനയിക്കും. അല്ല, ആള് മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്നു. അല്ല, അദ്ദേഹം സീരിയസ് ആയിട്ടാണ് കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ അഭിനയിച്ചു വന്ന ആള് വിനയനാണ്. പക്ഷെ ഇപ്പോഴും സിനിമയില് കേരളം നല്ല ആഗ്രഹമുള്ളത് വിനയനാണ്. അതിനായിട്ട് ശ്രമിക്കണം. രാവിലെ വരെയൊക്കെ പോയിട്ടിരിക്കും ഓരോ സെറ്റിലൊക്കെ. സീരിയസ് ആണ്. നിങ്ങളിപ്പോ ഇൻഫ്ലുവൻസേഴ്സ് ആവുന്ന സമയത്ത് അല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആവുമ്പോൾ നിങ്ങൾക്ക് ആളുകളുടെ നിങ്ങളുടെ വീഡിയോസ് സ്ഥിരം ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്നതാണ് നമുക്ക്. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് ഫോളോവേഴ്സ് ഉള്ള അല്ലെങ്കിൽ പോപ്പുലർ ആയിട്ടുള്ള ആളുകൾക്ക് സിനിമയിൽ എത്താൻ വളരെ എളുപ്പം എന്ന് പറയാറുണ്ട്. നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടോ സിനിമ എത്തിപ്പെടാൻ? അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പൊ ഒരുപാട് ആൾക്കാർ സിനിമയുടെ പുറകെ ഉണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പൊ അവർക്കൊന്നും ആൾക്കാരെ കിട്ടപ്പോ ഒരു പാടില്ല സിനിമക്കാർക്ക്. നമ്മൾ തന്നെ ട്രൈ ചെയ്യണം, എന്നാലാണ് ഇപ്പോഴും അങ്ങനെ ഒരു അവസ്ഥ ഉള്ളൂ. കഴിവുകൂടി വേണം, പഠിച്ചിട്ടൊക്കെ ചിലവർ ഇതിന്റെ പിന്നാലെ പോകണ്ടേ സിനിമയുടെ. അപ്പൊ നമ്മളൊന്നും അങ്ങനെയല്ലല്ലോ, നമുക്ക് അറിയാവുന്ന ഉള്ളിലെ ഒരു ഇൻട്രസ്റ്റ് കൊണ്ട് ചെയ്തു പോണതാണ്. അപ്പൊ നമുക്ക് ഇതില് റീല് ചെയ്യണ പോലെ നമുക്ക് ഒരു പറയല. ഇവിടെ കുറെ സിനിമക്കാരുണ്ട്, നമ്മള് ഇവിടെ ഓഗല്ലൂർ പട്ടാമ്പി, അങ്ങനെ നടരാജൻ പട്ടാമ്പി, അങ്ങനെ കുറെ സിനിമക്കാരുണ്ട്. പക്ഷെ ഈ ഒരു ഇപ്പൊ അടുത്ത് മൂവി റിലീസായി ഓഗല്ലൂരിലുള്ള ഒരു റഷീദ് പറമ്പിലൊക്കെ, അവരൊക്കെ ആയിട്ട് കണക്ഷൻ ഉണ്ട്. അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അവരൊക്കെ എന്തെങ്കിലും വരുമ്പോ വിളിക്കും. ഞാൻ വിളിച്ചാലും പോവും ചെയ്യും. സിനിമയിൽ അഭിനയിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് നല്ല നല്ല അതെ ഞാൻ ഏത് ക്യാരക്ടറായിട്ടും ഏത് കൊടുത്താലും ഞങ്ങള് ഒരു മാമുക്കോയ്ക്ക് ചേർന്ന് നല്ലൊരു നമ്പൂരി വരുന്നത്. അതങ്ങോട്ട് ചെയ്യാ, അതൊക്കെ തരും. അതേതോ ഡയറക്ടർ പറഞ്ഞ അതേമാതിരി ചെയ്യും. ആണല്ലേ? അപ്പൊ നമുക്കൊരു എന്തെങ്കിലും ഒരു കഥാപാത്രമായി കൊടുത്താലോ? ഏതാ കൊടുക്കുക? ഡയലോഗ് കൊടുത്താൽ ഫണ്ണായിട്ടുള്ള കൊടുക്കാം അല്ലെ? ഓക്കെ, ഇത് 4 മക്കളാണെന്ന് വിചാരിക്ക നമ്മളെ കണ്ട് പ്രായം കൂടുതൽ ആൾക്കാരാണ്, ചെറുതാണല്ലോ, എന്നാലും വിചാരിക്കാം. ഓക്കെ, ഇപ്പൊ 4 പേർക്ക് സ്വത്ത് ഭാഗം വെക്കാണ്. അപ്പം 4 പേർക്കും ഈക്വൽ ആയിട്ട് കൊടുക്കണം. എന്നാ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഒരു കാര്യം പറയണം, ഇത് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ സ്വത്ത് കിട്ടും. അത് എന്ത് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം ഒരു ഫണ്ട് രീതിയിൽ. ഒന്നാമത് ആള് സ്വത്ത് ആർക്കും കൊടുക്കും, ഒരു സാധനം കൊടുക്കും, സ്വന്തം സ്വത്ത് കിട്ടിച്ചിട്ട് ഞങ്ങൾ ഇവിടെ അങ്ങനെ ഇരിക്കും. കൊടുക്കത്തില്ലേ? ഫേസൊക്കെ മാറിയത് കണ്ടില്ല, സ്വത്തിന്റെ കാര്യം. നിങ്ങളോടൊക്കെ ചിലപ്പോ ചൂടാവും, ഇന്റർവ്യൂ എടുക്കാൻ വന്നാണെങ്കിൽ
ഞാനൊരു കഥ ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾ 4 പേരും ഭയങ്കര കഥ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരല്ലേ? നമുക്കൊരു ഗെയിമിലേക്ക് പോവാം. അതായത് നിങ്ങൾ 4 പേരും ഒരു സ്ഥലത്ത് പോവാണ്. അതായത് അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഒരു സ്ഥലത്ത് പോകുന്നു. ഒരു വയൽ ഉള്ള ഒരു സ്ഥലമാണ്. ഇവിടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറെ സ്ഥലങ്ങൾ ഞാൻ കണ്ടു. അപ്പൊ ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു നിധി ഇട്ടാണ്. ആ നിധി ഇട്ടുന്നത് നാസിർക്കാണ്. ഓക്കെ, നാസിർക്ക മാത്രമേ നിധി കണ്ടിട്ടുള്ളൂ. മറ്റേ സംഭവമൊക്കെ ബാക്കി കഥ ഓരോരുത്തരായിട്ട് പറയണം എന്ത് സംഭവിക്കുന്നു. നാസിർക്കാണ് തുടങ്ങുന്നത്. നാസിർക്ക് നിധി കിട്ടി. അടുത്തത് എന്ത് പറയും? കഥ നമ്മൾ ബിൽഡ് ചെയ്ത് പോണം കേട്ടോ. ഓരോരുത്തരും പറഞ്ഞു പോണേ. എന്ത് സംഭവിച്ചു? ഞാൻ പറഞ്ഞത് മെസ്സിയെ ഇവിടുന്ന് വിധി കിട്ടിയത് എന്താ ഓരെ കാണാതെ ഞാൻ എങ്ങനെയും എടുത്തോണ്ട് വരാറ്. അല്ല, ഞങ്ങൾ ഒരുമിച്ച് പോകുമ്പോൾ അത് കഥ പോലെ പറഞ്ഞു കേട്ടോ. ഒരുമിച്ച് പോകുമ്പോഴാണ് കിട്ടുന്നത്. ഒരുമിച്ച് പോവാണ്. പക്ഷെ ഇവര് നിധി കിട്ടിയാൽ ഇവര് കണ്ടിട്ടില്ല. ഈ 4 പേരും കണ്ടിട്ടില്ല. നാസിർക്ക മാത്രമേ നിധി കണ്ടിട്ടില്ല. നാസർക്കയുടെ ക്യാരക്ടറാണ് ഞാൻ കറക്റ്റ് ഇപ്പൊ പറഞ്ഞത്. നാസർക്ക് എന്തൊക്കെ ചെയ്യാറുള്ളത് നാസർക്ക് പിന്നെ അവിടെ ഉണ്ടാവില്ല. നാസർക്ക് ഇങ്ങനെ നോക്കിയിട്ട് എടാ അപ്പുറത്തൂടെ പോയി അവിടെ എന്തെങ്കിലും ഉണ്ടോ നോക്കി. ഇവിടെ എന്തെങ്കിലും ഇതുണ്ടോ? നാസർക്ക് എന്താ ചെയ്യാൻ നാസർക്ക് എന്ത് ചെയ്യും? ഞാന് നിധി കിട്ടിക്കഴിഞ്ഞാൽ നേരെ വീട്ടിൽ വരും. പറയാം, വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്ന് വീട്ടുകാരെ ഭാര്യയോട് പറയും. ബാക്കി ഇവർക്ക് വിളിക്കും ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇതിൽ ആദ്യം ആരെയാ വിളിക്കുക? ആദ്യം ദിനേശിനെ വിളിക്കും. ദിനേശിനെ അറിയിച്ചു. മറ്റേ ചിലവര് പറയും വാപ്പയാണ് മോനാണ് എന്ന് പറയുന്ന ആൾക്കാർ. അതുമാതിരി ഇവരെല്ലാം ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളത്. ഇവരെ വിളിക്കും ആദ്യം ദിനേശിന്. ജുനൈസ് അറിഞ്ഞു നിധിയുടെ കാര്യം. ജുനൈസ് അടുത്തെന്ത് ചെയ്യും? ഇത് വേറെ ആരെയും അറിയിക്കണ്ട, നമുക്ക് രണ്ടാ കുട്ടി. നിങ്ങളൊരു ഒത്തുതീർപ്പിലെത്തും. പക്ഷെ ആ സമയത്ത് നിങ്ങളുടെ ഈ കോൺവെർസേഷൻ ഓൾറെഡി ഞാന് ഒരു കാറൊക്കെ വിളിച്ചിട്ട് വേഗം വരും. ഇവിടെ വന്ന് നോക്കുമ്പോ അത് ചെമ്പാവും. കൂടാരെങ്കിലും പറയൂ. വരുന്നതിന്റെ മുമ്പ് വിനയനോട് പറയും ഇങ്ങനെ അവരെ നമ്മളെ ഒഴിവാക്കിയിട്ട് പരിപാടി ഉണ്ട്, നമുക്ക് ഇടപെടാന്ന് പറയും. അങ്ങനെ അവർ 2 പേര് വരും. പിന്നെ സത്താർ ദുബായിലാണല്ലോ. ഞാൻ എനിക്ക് ഫോൺ ചെയ്യാൻ പറയും ഞാൻ ദുബായിലാണ്, എന്റെ പിന്നെ ഓവരി അവിടെ വെച്ചാൽ ഞാൻ വന്നിട്ട് മേടിച്ചു. അപ്പൊ നമ്മള് വരുന്ന സമയല്ലേ, അത് സത്താറിന്റെ കാര്യം എങ്ങനെയാണ്, നമ്മളവിടുന്ന് വരുന്ന നാസറക്കാർക്ക് നിധി കിട്ടി ആള് പെടുത്തുന്ന സമയത്ത് ചിലപ്പോ ഇവിടെ ഉണ്ടാവും, ദുബായിലെത്തിയിട്ടുണ്ടാവും. അവൻ പറന്നെത്തും. ആഴ്ചക്കാഴ്ചക്ക് പോയി വരുന്ന ആളാണ്. ഞാൻ ഒരു പ്രാവശ്യം എയർപോർട്ടിൽ കിടന്നുറങ്ങിയിട്ടുണ്ടാവും. ഒരു രാത്രി ഞാൻ അവിടെ കിടക്കുന്നത് പോയിക്കോളും പറഞ്ഞു. അങ്ങനെ വീഡിയോ ചെയ്തിട്ടുണ്ട്. എയർപോർട്ടിൽ പായരിച്ച് കടന്നു ഞാനവിടെ. ഞാനില്ല, അവൻ നാളെ കട്ടണ വരും പറഞ്ഞു. അതാണ് അവന്റെ സ്വർണ്ണം എന്ന് കേട്ടോ പാഞ്ഞു വരും. സ്വർണ്ണക്കടത്ത അല്ല, ആഴ്ച വരും. ഞങ്ങൾ ഒരുമിച്ച് പോകുന്നുണ്ട്. ദുബായിലേക്കൊന്നും പോകണം, ഒന്നുകൂടി പോകുന്നുണ്ട്. ഷോകൾ ചെയ്യാറില്ലേ? നാട്ടിലെ പുറത്തൊക്കെ ചെയ്യാറില്ലേ? ഏറ്റവും കൂടുതൽ ഫാൻസ് എവിടെ ശരിക്കും? പുറത്താണോ അതോ നാട്ടിൽ? പ്രാവശ്യം പോയാലും ദുബായിൽ വെച്ചിട്ടാണ് ഞങ്ങൾക്ക് കൂടുതലൊരു ഇത് കിട്ടിയത്. എല്ലായിടത്തും ഉണ്ട്. കാരണം ഈ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഫാൻസ് എവിടെ നിന്ന് കണ്ടാലും ഒക്കെ ഇഷ്ടപ്പെടുന്നതാണ്. പക്ഷെ പ്രവാസികൾ എന്താ വെച്ചാൽ അവര് ഈ റൂമിൽ പോയി റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഞങ്ങളെ വീഡിയോസ് അധികം നാട്ടുമ്പുറം കാഴ്ചകളാണ്. പാടം നേരത്തെ പറഞ്ഞ പോലെ അത് ഇഷ്ടപ്പെടുന്ന കുറെ പ്രവാസികളുണ്ട്, മിസ് ചെയ്യണ പ്രവാസികൾ. അവര് നല്ല സപ്പോർട്ടാണ്. ഒന്നാമത് ഈ ഭാഗത്ത് പ്രദേശം നല്ല രസമുള്ള പാടങ്ങളും കുന്നുകളൊക്കെ കിട്ടി, നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. ഒരുപാട് ആൾക്കാർ എറണാകുളത്ത് പോലും ഒരു റഷീദൊക്കെ ഉണ്ട്. പുള്ളി പറഞ്ഞു ഇവിടെ വന്ന് ഞങ്ങൾ അന്വേഷിച്ച് വന്ന് ഇതൊക്കെ കാണാൻ വേണ്ടിട്ട്. ആ സമയത്ത് വർഷമൊക്കെ കൊയ്ത്ത് കഴിഞ്ഞ് ഞങ്ങളുടെ പേര് അധികം തെറിയ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നാൽ തന്നെ നായെ പട്ടി പോടാന്ന് പറഞ്ഞാൽ തന്നെ ആൾക്കാർ ഫാമിലികൾ പറയും നാസർക്ക് അത് ഓവറായി, അത് പറയരുത്, അങ്ങനെ ഇങ്ങനെയൊന്നും പറയാറുണ്ട്. അത്ര പോലും ശ്രദ്ധിച്ചിട്ടാണ് ഞങ്ങൾ വീഡിയോസ് ചെയ്യുന്നത്. പിന്നെ ഒരു ഇന്നർ മീനിങ് ഇല്ല, കാര്യങ്ങൾ പറയാം, പൊളിറ്റിക്സ് ഇല്ല, ഒന്നും. അതുകൊണ്ട് നമുക്ക് കണ്ടന്റിൽ കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഈ സംഭവങ്ങളുണ്ട്. നമ്മളെ റിയൽ ലൈഫ് സാധനങ്ങൾ തന്നെ കുറെ ഉണ്ട്. പക്ഷെ 18+ ആയതുകൊണ്ട് കണ്ടന്റ് ഒരുപാട് വീഡിയോ നിങ്ങളുടെ കൂട്ടത്തില് നിങ്ങൾ ഒരുപാട് വർഷം പരിചയമുള്ള ആളുകളല്ലേ? ആരുടെയെങ്കിലും ഒരു ലൈഫിൽ നടന്ന കുറെ ട്വിസ്റ്റുകൾ കൂടിയുള്ള കഥകള്
ആരുടെ ലൈഫ് സ്റ്റോറി എടുത്ത് സിനിമ ചെയ്താൽ ഇത് സൂപ്പർ ഹിറ്റ് ആവും അല്ലെങ്കിൽ ഒരു കോമഡി പടാവും എന്ന് തോന്നുന്നത്? കോമഡിയാണ് പിന്നെ നാസർക്കാണ്. സൂപ്പർ ഹിറ്റ് ആവില്ല പക്ഷേ. എനിക്ക് OTT-ലിടാ. ദാസ, ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് മോനെ. ദാസ ദാസ ഡയലോഗ് സിനിമ പേര് ഡയലോഗ് ഡയലോഗാ. ആ സമയം ദാസ ദാസ സമയം ദാസ സമയമുണ്ട് ദാസ മോഹൻലാൽ ശ്രീനിവാസൻ രണ്ടുപേരുള്ള പടല്ലേ പഴയത്? മോഹൻലാലിന്റെ സിനിമ ശ്രീനിവാസൻ നാടോടിക്കാറ്റ്. ഒരാളെ നോക്കട്ടെ. പഴയത് അവൻ പറഞ്ഞു മനസ്സിലാവും. മോഹൻലാൽ മോഹൻലാൽ ശ്രീനിവാസൻ രണ്ടുപേരുള്ള പഴയ പടം. അക്കരെ അക്കരെ. അതിന്റെ ഡയലോഗ് പറയാം. ഡയലോഗ് അത് പറയും. സമയം ശരി. ആ സമയം അതന്നെ എല്ലാത്തിനും അതിന്റേതായ സമയമുണ്ട് ദാസ അല്ലേ? കഴിഞ്ഞില്ലേ? അല്ല കഴിഞ്ഞില്ലേ? അതിന്റേതായ സമയമുണ്ട്. അത് ഓർഡറായി എല്ലാത്തിനും അതിന്റേതായ ഒരു സമയമുണ്ട്. ദാസ എന്നല്ലേ? ഓരോന്നിനും എല്ലാത്തിനും ഓരോന്നിനും ഒരു ഓരോന്നിനും ഒന്നിനും ഒന്നും ഓരോന്നിനും 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 ഒന്നിനും ഓരോന്നിനും 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 അതിന്റേതായ സമയമുണ്ട്. മോനെ ദാസ്. ആദ്യം ഫസ്റ്റ് ദാസ. പിന്നെ ഇപ്പൊ എന്തായിരുന്നു കുറച്ച് സമയമുണ്ട്. എല്ലാത്തിനും നല്ല ഓരോന്നിനുമാണ്. ദാസ ഓരോന്നിനും ദാസ ഓരോന്നിനും അതിന്റേതായ സമയമുണ്ട്. മോനെ 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 കഴിഞ്ഞ എടുക്കട്ടെ. സക്സസ് കഴിഞ്ഞില്ലേ? ഞാൻ ഒട്ടും പേടിക്കണ്ട, നിങ്ങൾ ഒട്ടും പേടിക്കണ്ട, ഒട്ടും പേടിക്കണ്ട, നിങ്ങൾ കറക്റ്റ് സ്ഥലത്താണ് വന്നിരിക്കുന്നത്. പക്ഷെ കിട്ടണം എന്താണ് വാര്യറേ ഞാൻ നന്നാമത്തെ? എന്താണ് വാര്യറേ ഞാൻ നന്നാമത്തെ? ഡയലോഗ് സിനിമ സിനിമ അല്ല, ഡയലോഗ്. ലാലേട്ടൻ ഡയലോഗാണ്. ഡയലോഗ് സിനിമ പേരല്ല. എന്താ ഡയലോഗ് എന്താ എന്തിനാ ഒരു വീഡിയോ അഭിനയിച്ചില്ലേ നമ്മൾ അവിടുന്ന് രാവണപ്രഭു ദേവാസുരം. ലാലേട്ടൻ ദേവാസുരം ഡയലോഗ് ഇന്നസെന്റ് ഹൃദയം ഹൃദയം എന്താണോ വാര്യരെ ഇയാളെ പോലെ വാര്യരെ നന്നാവാത്തെ? എടാ അന്ന് അഭിനയിച്ചില്ലേ ഇയാള് നീയും ഇവരും ആ ഡയലോഗ് വടി കുത്തി വടി കുത്തിയിട്ട് അഭിനയിച്ചു. എന്താണോ വാരുടെ നന്നാവാത്ത? എടോ നമുക്ക് കൊറേ തെറി കേട്ടില്ലേ ആ റീല്? ഏറ്റവും കൂടുതൽ കൊട പിടിച്ചിട്ട് അഭിനയിച്ചില്ലേ? ഡയലോഗ സിനിമ പേരാ? ഡയലോഗ എന്താണോ വാരുടെ എന്താ എന്താ വാവേ അത് മോഹൻലാല് പറയില്ലേ? എന്താ ബയ്യേ അയ്യപ്പോ എന്താന്ന് മനസ്സിലായി? എന്താടോ എന്താടോ നന്നാവാത്ത? വാര്യരെ എന്താണോ നന്നാവാത്ത? വാര്യരെ എന്താണോ വാര്യരെ നന്നാവാത്ത? അങ്ങനെ കഴിഞ്ഞു. അപ്പൊ നമ്മൾ അടുത്ത് നീ എത്താറ് ഞാൻ പറയില്ലോ മാറ്റേണ്ടി വരും. ഇതിലൊന്നും ഡയലോഗാണ് കേട്ടോ. ഡയലോഗാണ് ഏത് സിനിമയും നമുക്ക് പറഞ്ഞുതരാം. ഡയലോഗ് കൂടി പറഞ്ഞുതരാം. തീരുമ്പോ പണിതരാൻ ഞാനെന്താ കുപ്പിന്ന് വന്ന ഭൂത? കേക്കണ്ട, എന്നെ ചെറുതാണ്. പഞ്ചാബി ഹൗസ്. അതന്നെ പഞ്ചാബി ഹൗസ്. പഞ്ചാബി ഹൗസ്. പഞ്ചാബി ആരാ?
അലക്ക് പഞ്ചാബി ഹൗസ് ആ തീരുമ്പോ പണി തരാൻ ഞാൻ അടുത്ത പണി തീരുമ്പോ പണി തരാൻ ഞാൻ ഒന്ന് തീർന്നു ശ്രീനിവാസനെ പറയാം. പഞ്ചാബി പഞ്ചാബി ഹൗസ് താടിയോ പഞ്ചാബി പഞ്ചാബി ഹൗസ് പഞ്ചാബി പഞ്ചാബി ഹൗസ്. പഞ്ചാബി ഹൗസ് പഞ്ചാബി ഹൗസ് രമണൻ രമണൻ ഡയലോഗ് രമണന്റെ ഡയലോഗ് ആ തീരുമ്പോ പണി സോൻ അതല്ല സോന പോന്നോട്ടെ പണി തരാൻ ഞാനെന്താ കുപ്പി തന്ന ഭൂത കുപ്പി കുപ്പി ഭൂതം അത് പറയരുത് ഭൂതം ഈ ഭൂതം പഞ്ചാബി ഹൗസില് ഡയലോഗ് അലക്സിയുടെ ഡയലോഗ് ആ തല്ലുമ്പോ ചെയ്യുന്ന ഡയലോഗ് അല്ല തല്ലുമ്പല്ല ആ തീരുമ്പോ കഴിയുമ്പോ കഴിയുമ്പോ തീരുമ്പോ കഴിയുമ്പോ തീരുമ്പോ കുപ്പിയോ തീരുമ്പോ കഴിയുമ്പോ തീരുമ്പോ പണി തരാൻ ഞാനെന്തോ കുപ്പിന്ന് വന്ന ഭൂതോ അല്ലെ തീരുമ്പോ ഏ തീരുമ്പോ ഫസ്റ്റത്തെ. തീരുമ്പോ തിരുമ്പുമ്പോഴോ തീരുമ്പോ കഴിയുമ്പോ തീരുമ്പോ പണി തരാൻ ഞാനെന്തോ കുപ്പിന്ന് വന്ന ഭൂതോ ഇല്ലേ